നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നത്? ഏയ്, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. ശരിക്കും ആലോചിച്ചിട്ടും കാര്യമല്ല. അവന്റെ അടുത്തേയും അനുഖ്യം പറയുന്നത് ഞാൻ കേട്ടു. എടുത്തേക്കത് വല്ലാതെ വിഷമമായെന്ന് മനസ്സിലായി. നമ്മുടെ ഗതികേടിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? കടോ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബാധ്യത തന്നെയാ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് പെരുകുന്നതല്ലാതെ തീരുന്നില്ല. നീ കേട്ടില്ലേ അവന്തികയെ അനഘയെ അവിടെ നിന്ന് പറഞ്ഞത്? എന്റെ സ്വഭാവത്തിന് എന്റെ വീട്ടുകാരാരെയും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതാ. ഞാനും എന്റെ കുടുംബവും അവർക്ക് കടക്കാരായതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അന്നത്തെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ. അവന്തിക ഇങ്ങനെ ഒരു സഹായം ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടാണോ? ഒരു കണക്കിന് അന്ന് അവന്തിക സഹായിച്ചത് നന്നായി. ഇല്ലേ, നിന്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് അത് ഇതിനിടയ്ക്ക് സച്ചി അറിഞ്ഞേനെ. നിന്റെ ജീവിതത്തിനും കൂടി അതൊരു പ്രശ്നമായേനെ. ഇനി ഈ പണത്തിന്റെ പേരും പറഞ്ഞ് ആരും നമ്മളെ ഒന്നും പറയരുത്. ആ പൈസ നമുക്ക് നാളെ തന്നെ കൊടുത്തേക്കാം. എവിടുന്ന്? അന്ന് എന്താണോ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അത് തന്നെ ചെയ്യാം. എന്റെ ആഭരണങ്ങളെല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് വിറ്റോ പണയം വെച്ചോ നമുക്ക് നാളെ തന്നെ പൈസ തിരിച്ചു കൊടുത്തേക്കാം. സച്ചി അറിഞ്ഞോ? സച്ചേട്ടൻ അറിഞ്ഞാലും എന്നെ ഒന്നും പറയില്ല. പിന്നെ ഞാൻ സച്ചേട്ടനോട് പറയാത്തത് എന്റെ വിവാഹ ആവശ്യത്തിനും കൂടി ചെലവാക്കിയ പൈസ ഈ കടം. അത് ഞാൻ എങ്ങനെയാ സച്ചേട്ടനോട് ചോദിക്കുന്നേ എന്ന് കരുതിയാ? പിന്നെ ആഭരണത്തിൽ പകുതിയും സച്ചേട്ടൻ വാങ്ങിത്തന്നതാ. എന്തൊക്കെയായാലും നമ്മുടെ നിവൃത്തിയുടെ എന്തിനാ ഭർത്താവാണെങ്കിൽ പോലും സച്ചേട്ടനെ അറിയിക്കുന്നേ. അതുകൊണ്ട് തൽക്കാലം ഞാനത് സച്ചേട്ടനോട് പറയുന്നില്ല. എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിൽ നിന്നൊരു നയാ പൈസ പോലും കുറയാതെ നമ്മൾ നാളെ കൊടുത്തിരിക്കും. ഇത് അർച്ചന എടുത്തേക്ക് തരുന്ന വാക്കാ. അല്ലെങ്കിൽ ഇന്ന് ഏട്ടത്തി പറഞ്ഞ പോലെ നാളെ നമ്മുടെ അച്ഛനെയോ അമ്മയോ അനൂപേണ്ണയോ ഒക്കെ അവർ പറയും. ഒരു കാര്യത്തിനും ഞാനും എൻ്റെ കുടുംബവും അവന്തിക എന്ന സ്ത്രീയുടെ മുമ്പിൽ തല താഴ്ത്തി കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എടുത്ത് ധൈര്യമായിട്ടിരിക്കുക. നാളെ ഈ സമയത്തിന് മുമ്പേ തന്നെ ആ വലിയ കടം അർച്ചന തന്നെ തീർക്കും. വാക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.